CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ IMA ശാഖ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് നടത്തുന്ന പ്രത്യേക പനി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം DMO ഡോക്ടർ സക്കീന നിർവഹിച്ചു. നഗരസഭാ ഫണ്ടുകൾ കൈമാറാത്തതിൽ പ്രതിഷേധിച്ച് സ്വന്തം നിലയിൽ ശുചീകരണ പ്രവർത്തനവുമായി UDF, BJP സ്വതന്ത്ര കൗൺസിലർമാർ. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ മാരകരോഗങ്ങളാലും വൃത്തിഹീനമായ ചുറ്റുപാടിലും താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഷെഡുകൾ ഉടൻ പൊളിച്ചു നീക്കും. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പരാതി ബോധിപ്പിച്ചിട്ടും നടപടിയൊന്നും ആകാത്തതിൽ പ്രതിഷേധിച്ച് കുടിവെള്ള പദ്ധതി പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. പെരിന്തൽമണ്ണ IMA ശാഖ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് നടത്തുന്ന പ്രത്യേക പനി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം DMO ഡോക്ടർ സക്കീന നിർവഹിച്ചു. പനിച്ചൂടിൽ വിറയ്ക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പനി ക്ലിനിക്കിന്റെ ആവശ്യകത ജനങ്ങൾ തിരിച്ചറിയുന്നത്. ജില്ലാ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പനി ക്ലിനിക്കിന്റെ പ്രവർത്തന സമയം. പെരിന്തൽമണ്ണ IMA ശാഖയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. പൊതുജനങ്ങൾ വീടും പരിസരവും ശുചീകരിച്ച് കൊതുക് വിമുക്തമാക്കിയാൽ മാത്രമേ പടർന്നു പിടിക്കുന്ന പനിയെ നിയന്ത്രിക്കുവാൻ കഴിയൂ എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് ഈ പനി ക്ലിനിക്കില് നമ്മൾ വരുന്ന ആളുകളുടെ എണ്ണം കുറയണമെന്നാണ് DMO എന്നുള്ള നിലയിൽ എന്റെ ഒരു പ്രാർത്ഥന. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ആവശ്യമുണ്ട്. ഓരോരുത്തരും അവരവരുടെ വീടുകളിലുള്ള ഉറവിടങ്ങള് നിങ്ങൾക്കറിയാലോ, കൊതുക് ഉണ്ടാവുമ്പോഴാണ് ഡെങ്കിപ്പനി ഉണ്ടാവുന്നത്. അപ്പൊ കൊതുക് പോകണമെങ്കിൽ നമ്മുടെ വീടിന്റെ ഉള്ളില് കൊതുക് ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ടോ, പ്രത്യേകിച്ച് ഫ്രിഡ്ജിനടിയിലുള്ള ട്രേ, അതുപോലെ ഉപയോഗിക്കാത്ത റൂമുകളിലുള്ള ക്ലോസറ്റ് ഉണ്ടോ, നമ്മുടെ ടെറസിന്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ, അതുപോലെ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് വലിച്ചെറിഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ പാത്രങ്ങളോ അല്ലെങ്കിൽ ഗ്ലാസുകളോ കുപ്പിയുടെ മൂടിയോ അതുപോലെ വിറക് മൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റിലോ ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ കൊതുകിന്റെ കൂത്താടി ഇളകുന്നത് കാണാം. അത് ഓരോ 7 ദിവസം കഴിയുമ്പോൾ പുതിയ ബാച്ച് കൊതുകുകൾ ഉണ്ടാവും. അപ്പൊ ഓരോ ആഴ്ചയിലും നമ്മള് വീടിന്റെ ചുറ്റുവട്ടവും വീടിന്റെ ഉൾഭാഗം നോക്കിയില്ലെങ്കിൽ ഡെങ്കിപ്പനി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ആശുപത്രികളൊക്കെ റെഡിയാണ്, സൂപ്രണ്ട് പറഞ്ഞതുപോലെ മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. കിടക്കാൻ മാത്രം പെരിന്തൽമണ്ണയിൽ കുറച്ച് സ്ഥലപരിമിതിയുണ്ട്. പക്ഷെ നമുക്ക് ആശുപത്രിയിൽ വരുന്ന ആളുകൾ കുറയണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ശക്തമായിട്ട് നടപടി എടുക്കുന്നുണ്ട്. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലും അതുപോലെ ലീഗൽ സർവീസ് അതോറിറ്റി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് സഹകരണത്തോടെ മാർക്കറ്റും അതുപോലെ പൊതുസ്ഥലങ്ങളിലുള്ള ഇതുപോലത്തെ ഉറവിടങ്ങൾ കണ്ടുപിടിക്കാനും അതിനെതിരെ നടപടിയെടുക്കാനും IMA പെരിന്തൽമണ്ണ ശാഖ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. ജില്ലാ സൂപ്രണ്ട് ഡോക്ടർ A ഷാജി അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. IMA മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ് UV സീതി, ഡോക്ടർ കവിത, ഡോക്ടർ ഷാജു, മാത്യു, ഡോക്ടർ വിനയൻ, ഹംസ പാലക്കൽ, ഇന്ദു, ഹേമ, ഡോക്ടർ സീതി, ഡോക്ടർ സുജിത് എന്നിവർ പങ്കെടുത്തു. CCN ന്യൂസ് പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം നഗരസഭാ ഫണ്ടുകൾ കൈമാറാത്തതിൽ പ്രതിഷേധിച്ച് സ്വന്തം നിലയിൽ ശുചീകരണ പ്രവർത്തനവുമായി UDF, BJP സ്വതന്ത്ര കൗൺസിലർമാർ. താലൂക്ക് ആശുപത്രി പരിസരം വൃത്തിയാക്കി കൗൺസിലർമാർ പ്രതിഷേധം അറിയിച്ചു. പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തല ശുചിത്വ സമിതികൾക്ക് ഫണ്ട് കൈമാറാതെ പ്രവർത്തികൾ മുടങ്ങിയിരിക്കുന്നു എന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാതെ ഒരു അലംഭാവം കാണിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലം നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് താലൂക്ക് ആശുപത്രിയിലും പരിസര പ്രദേശത്തും ശുചീകരണ പ്രവർത്തനം നടത്തുന്നു. 1160-ലധികം പനിബാധിതർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 40-ലധികം ഡെങ്കി പനി പിടിച്ച ആളുകൾ ചികിത്സ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 6ഓളം ഡെങ്കിപ്പനി ബാധിച്ച ആളുകൾ ഇവിടെ അഡ്മിറ്റായി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പാലത്തെ അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പിൽ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്.
കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മെഡിക്കൽ ക്യാമ്പ് പരിശോധനയിൽ എയ്ഡ്സ്, കുഷ്ഠം, മറ്റു രോഗങ്ങളടക്കം കണ്ടെത്തിയിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കൌൺസിൽ കുടിലുകളെല്ലാം തന്നെ പൊളിച്ചു മാറ്റുവാൻ അന്നത്തെ നഗരസഭാ സെക്രട്ടറിയും ഭരണസമിതിയെയും അറിയിച്ചതാണ്. എന്നാൽ ചില വ്യക്തികളുടെ ഇടപെടൽ കാരണമാണ് കുടില് പൊളിക്കുന്നതിന് തയ്യാറാകാത്തത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. CCN ന്യൂസ്, ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന വാദം അടിസ്ഥാനരഹിതമെന്ന് ചെയർമാൻ NM നാരായണൻ നമ്പൂതിരിപ്പാട് നഗരസഭയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭാ പ്രദേശത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന ആക്ഷേപങ്ങൾ ഒട്ടും ശരിയല്ലെന്നും വെറും രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ് ഈ ആരോപണമെന്നും ചെയർമാൻ NM നാരായണൻ നമ്പൂതിരി പറഞ്ഞു. നഗരസഭാ പ്രദേശത്ത് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം നേരിട്ടും വാർഡ് തല ശുചിത്വ സമിതികൾ മുഖേനയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വഴിയും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. വാർഡ് തല സമിതികൾക്ക് നഗരസഭാ ഫണ്ടിൽ നിന്നും 5000 രൂപ നൽകി കഴിഞ്ഞു. ശുചിത്വ മിഷന്റെ ഫണ്ട് 2 ദിവസത്തിനുള്ളിൽ നൽകും. ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നതിനും പൊതുവേദികളിൽ അഭിപ്രായം പറയുന്നതിന് മാത്രമാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്കും പ്രതിപക്ഷക്കാരുടെ സപ്പോർട്ടോടുകൂടി ഇന്ന് നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഒറ്റപ്പാലം നഗരസഭയിൽ ഇന്ന് ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ ഇത്ര വീടുകൾ കൊടുക്കുന്ന ഒരു നഗരസഭ ഉണ്ടോ എന്ന് സംശയം. 426 വീടുകളാണ് PMAY പദ്ധതി പ്രകാരം ഈ പ്രാവശ്യം 93 ലക്ഷം രൂപ നഗരസഭ വകയിരുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ വാർഡിലും 36 വാർഡുകളിലെ ആളുകൾക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ കൊടുക്കുന്നതിൻ്റെ ശരിക്കും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മെയ് മാസം 11-ാം തീയതി ആരോഗ്യവകുപ്പ് ജീവനക്കാർ, നഗരസഭ ആരോഗ്യ വിഭാഗം ജനപ്രതിനിധികൾ എന്നിവരെ എല്ലാവരെയും ചേർത്ത് പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെന്നും ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CCN ന്യൂസ്, ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ മാരക രോഗങ്ങളാലും വൃത്തിഹീനമായ ചുറ്റുപാടിലും താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഷെഡുകൾ ഉടൻ പൊളിച്ചു നീക്കുമെന്ന് ചെയർമാൻ NM നാരായണൻ നമ്പൂതിരിപ്പാട്. കഴിഞ്ഞ വർഷം കൌൺസിൽ ഐക്യകണ്ഠേന പാസാക്കിയ നടപടി 1 വർഷം കഴിഞ്ഞിട്ടും നടപ്പിലായില്ല. ഭാരതപ്പുഴയുടെ തീരത്തായി നഗരസഭയുടെ തൊട്ടടുത്താണ് 80-ൽ പരം കുടിലുകളുള്ളത്. പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിന് പോലും തൊഴിലാളികൾ പുഴയെയാണ് ആശ്രയിക്കുന്നത്. സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ സ്ഥലങ്ങളിൽ വലിയ വാടകയ്ക്കാണ് പായ കൊണ്ട് മൂടിയ കുടിലുകൾ തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. കുടിലുകളിൽ സ്ത്രീകളും കുട്ടികളും യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് കഴിയുന്നത്. സമീപ പ്രദേശങ്ങൾ മുഴുവൻ കാട് വന്ന് മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ചില കുടിലുകളിൽ ഒന്നിലധികം കുടുംബങ്ങൾ വീർപ്പുമുട്ടിയാണ് താമസിക്കുന്നത്. റെയിൽവേ ലൈനിൽ നിന്നും ഒഴുകിവരുന്ന മലിനജലം കുടിലിനടുത്തായാണ് ഒഴുകിയെത്തുന്നത്. ഈ അവസ്ഥകളും പ്രശ്നങ്ങളും എല്ലാം തന്നെ അധികാരികൾക്ക് ബോധ്യപ്പെട്ടിട്ടും ഒരാഴ്ച മുൻപ് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ മാരക രോഗങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കുന്നതിൽ കാലതാമസമുണ്ടാകുകയാണ്. CCN ന്യൂസ്, ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭയിൽ പുതിയ രാഷ്ട്രീയ നീക്കത്തിനൊരുക്കം. കോൺഗ്രസ്, BJP, CPM വിമതർ സഖ്യം രൂപപ്പെട്ടാൽ ഭരണ അട്ടിമറിക്ക് സാധ്യതയെന്ന് സൂചന. നിലവിൽ വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ LDF ഭരിക്കുന്ന നഗരസഭയാണ് ഒറ്റപ്പാലം. എന്നാൽ ഒരു ഘട്ടത്തിൽ വിമതരുടെ സഹായത്തോടെയാണ് മുന്നോട്ടു പോയിരുന്നത്. ചില നിലപാടുകളിൽ നഗരസഭ ഭരണസമിതി കൈക്കൊണ്ട രീതികൾ ഈ കൂട്ടുകെട്ടിനിൽ അകൽച്ചയുണ്ടാക്കി. അവിശ്വാസ പ്രമേയം പ്രതീക്ഷിക്കുന്നു എന്ന സൂചനയുമുണ്ട്. നഗരസഭയ്ക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ രൂപീകരണത്തിന് വേണ്ട ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായി ഇടയാവുന്ന പിന്നാക്കം പോയി, ഇടയിൽ അത് വീണ്ടും സജീവമാകും, അങ്ങനെ പോകുന്നു. ആ ഒരു തലത്തിലാണ് CPM ഈ വിഷയത്തെ കാണുന്നത്. ഒരു നഗരസഭയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പോൾ ചെയർമാൻ ഇവിടെ നൽകിയ വിശദീകരണത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ കേരളത്തിൽ ഉള്ള പല നാഗരികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ നഗരസഭയ്ക്ക് മാറി നിൽക്കാൻ സ്വാഭാവികമായിട്ടും കഴിയില്ല. നിലവിൽ 15 അംഗങ്ങൾ ഭരണസമിതിയിലും BJP 7-ഉം UDF 8-ഉം സ്വതന്ത്ര മുന്നണി 5-ഉം സ്വതന്ത്രൻ 1-ഉം എന്നിങ്ങനെയാണ് നഗരസഭയിലെ കൌൺസിൽ അംഗങ്ങൾ. CCN ന്യൂസ്, ഒറ്റപ്പാലം. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഗ്രാമസഭകളിൽ ആവശ്യപ്പെട്ടിട്ടും പരാതി ബോധിപ്പിച്ചിട്ടും നടപടിയൊന്നും കൈക്കൊള്ളാത്തതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ നടത്തിവരുന്ന കുടിവെള്ള പദ്ധതി പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് കുറുവട്ടൂർ
പൊട്ടിക്കുഴി കോളനി, ലക്ഷം വീട് കോളനി എന്നിവിടങ്ങളിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശങ്ങളാണ്. എന്നാൽ 40 കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി കോളനികളുടെ സമീപത്തു കൂടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇവരെ അവഗണിച്ചിരിക്കുകയാണ്. ഗ്രാമസഭകളിൽ നിരവധി തവണ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടും പ്രതികാര നടപടിയെന്നോണം അവഗണിക്കുകയാണ്. ഇത്ര കാലം വെള്ളം തരാ പറഞ്ഞിട്ട് ഇതേവരെ ഞങ്ങൾക്ക് വെള്ളം എത്തിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ 560 രൂപ പഞ്ചായത്തിൽ കൊണ്ട് കെട്ടിയിട്ടാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര കാലം ഞങ്ങൾ കാത്തിരുന്നത്. ഇപ്പം ഇത്രയും അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല കാരണം അത് ബുദ്ധിമുട്ട് തന്നെ. കാലങ്ങളായിട്ട് ഈ ഭാഗത്ത് വെള്ളം തീരെ ഇല്ല. പല പ്രാവശ്യമായിട്ട് പഞ്ചായത്തിലേക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് മെയിനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ തന്നെ ഈ അപേക്ഷ കൊടുത്തിട്ട് എന്തായാലും വെള്ളം എത്തിക്കുക ഈ പ്രാവശ്യം ഒന്നും പറഞ്ഞതുമാണ്. എന്നിട്ട് ഇപ്പോൾ ഈ കുറുവട്ടൂർ ഭാഗത്തൊരു റോഡിന്റെ ഒരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പ്രസിഡന്റും മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എല്ലാം വന്നിരുന്നു. അവർ പറഞ്ഞത് ഈ പ്രാവശ്യം എന്തായാലും നിങ്ങളുടെ ഭാഗത്തേക്ക് എല്ലാ ഭാഗത്തേക്കും കുടിവെള്ളം എത്തിക്കും, 40 കിലോമീറ്റർ ദൂരം ചെയ്യുന്നുണ്ട്, അതിന്റെ വർക്ക് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ട് ഈ പ്രാവശ്യം ഇപ്പോൾ ഈ ഭാഗത്തുകൂടെ ഈ പൈപ്പ് ലൈന് നീട്ടുമ്പോൾ ഞങ്ങൾ മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞത് 1 കിലോമീറ്റർ ദൂരെ പൈപ്പ് ലൈനിൽ ഇപ്പം നിങ്ങൾക്ക് വരുന്നുള്ളൂ, അല്ലാതെ ഈ കോളനികളിലേക്ക് ഈ പ്രാവശ്യം വെള്ളമില്ല എന്ന് പറഞ്ഞു. ജനപ്രതിനിധികളോട് ഇക്കാര്യം ആവശ്യപ്പെടുമ്പോൾ മോശമായ രീതിയിലും അപമാനിക്കുന്ന തരത്തിലുമുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. ഇതിൽ ക്ഷുഭിതരായാണ് നാട്ടുകാർ പണി തടഞ്ഞത്. DCC മെമ്പർ P. സ്വാമിനാഥൻ, PC രാമൻ, P. രാധാകൃഷ്ണൻ, K. രാമകൃഷ്ണൻ, P. സുഭാഷ്, KV രാധാകൃഷ്ണൻ, K. രമേശ്, K. സന്തോഷ്, MP രാധാകൃഷ്ണൻ, M. മോഹനൻ, സത്യ, സരസ്വതി, ജയലക്ഷ്മി, രേവതി, മിനി സെൽവി എന്നിവർ നേതൃത്വം നൽകി. 40 കിലോമീറ്റർ ഇത്രയും ദൂരം ഈ പൈപ്പ് സ്ഥാപിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന ഈ പൊട്ടിക്കുഴി കോളനിയും അതേപോലെ തന്നെ ഈ ലക്ഷം വീട് കോളനിയും, ഈ 2 കോളനിയെയും പഞ്ചായത്ത് ഭരണസമിതി അവഗണിച്ചിരിക്കുകയാണ്. അവഗണിച്ചിരിക്കുക എന്ന് മാത്രമല്ല, ഇത് നിരവധി തവണ ഗ്രാമസഭയിൽ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തതാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് നേരിട്ട് നിവേദനം കൊടുത്തതാണ് ഈ നിൽക്കുന്ന ആളുകളൊക്കെ. അന്നെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ പ്രവൃത്തി ജലലഭ്യതയുള്ള പല പ്രദേശങ്ങളിലേക്കും ഈ പ്രവൃത്തി നടത്തുമ്പോൾ ഒട്ടും വെള്ളം ലഭിക്കാത്ത ഈ 2 പ്രദേശങ്ങളെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് അവഗണിച്ചിട്ടുള്ളത്. ഇതിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് ഈ പ്രദേശത്തുള്ള കുടിവെള്ളം ലഭ്യമല്ലാത്ത പാവപ്പെട്ട ആളുകളുടെ ഒരു ജനകീയ പ്രതിരോധമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. CC ന്യൂസ്, ചെർപ്പുളശ്ശേരി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.